ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കടലക്കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു കടലക്കറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോഴത്തേനും ഞാൻ രാത്രി വെള്ളത്തിലിട്ടായിരുന്നതാണ്. ഇപ്പോൾ രാവിലെയാണ് ഇതുണ്ടാക്കുന്നത്. 2 കപ്പ് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ടതാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ കടലയിൽ വെള്ളം ഒഴിക്കുമ്പം ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട. കടല മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം കൂടിപ്പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വെക്കണേ. കടല മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഇട്ടാൽ മതി. ഇത്രക്ക് മതി വെള്ളം. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് അല്പം ഇട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ കടല ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി വലിയ സവാളയല്ല, 1.5 മുറിയാണ് ഇടുന്നുള്ളൂ. ഒരു സവാളയും ഒരു പകുതി സവാളയും കൂടെ, അങ്ങനെ 1.5 മുറി സവാളയാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ കുറച്ച് ചുമന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. കടല ഒത്തിരിയൊന്നുമില്ലല്ലോ, കുറച്ച് കടലയല്ലേ ഉള്ളൂ. കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണേ. കടല എന്തോരം എടുക്കുന്നോ അതിൻ്റെ അളവനുസരിച്ചിട്ട് വേണേ സവാള എടുക്കാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് കടലയാണ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1.5 കഷ്ണം ഇട്ടത്. അപ്പോൾ ഞാൻ ഒരു പിടുത്തം ചുമന്നുള്ളിയും കൂടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കിടാം. അപ്പോൾ കടലക്കറിക്ക് നല്ലൊരു രുചിയും കിട്ടും. എന്ത് സാധനത്തിലും ചുമന്നുള്ളി ഇട്ടുണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിൽ പൊളന്നിടുവാണേ. ചെറുതാക്കിയൊന്നും അരിഞ്ഞിട്ടില്ല. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിടാം. ഒരു കഷ്ണം. ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 8-9 അല്ലി വെളുത്തുള്ളിയുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്. വലുതാണെങ്കിൽ ഒരു 5 എണ്ണം ഇട്ടാൽ മതിയേ. 5 കഷ്ണം അല്ലി. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. വെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇത്തിരി വലിപ്പത്തിൽ അരിഞ്ഞിട്ടേക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ. പിന്നെ നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ തൊണ്ട് പൊളിച്ചിട്ട് കൊടുത്തേക്കുവാണേ. ഇപ്പോൾ വെളുത്തുള്ളിയും ഒന്ന് മൂക്കട്ടെ. വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്, പക്ഷെ നമുക്ക് കറിക്ക് എടുക്കണമല്ലോ. വെളുത്തുള്ളി ഇടേണ്ട കറിക്ക് വെളുത്തുള്ളി തന്നെ ഇടണമല്ലോ. അപ്പം ഞാൻ ഈ ചുമന്നുള്ളി മുറിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ, ഒരു സവാളയും പിന്നെ ഒരു പകുതി സവാളയും കൂടെ, 1.5 മുറി സവാള, അതും കൂടെ ഇട്ട് നല്ലതുപോലെ മൂക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയേ. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോവണ്ട, നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. ആ സവാള, വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളി, ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു മണം കിട്ടുമേ. ഇനി ഞാനിവിടെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്.
നമ്മുടെ നിന്ന് പറിച്ച തക്കാളിയാണേ. അപ്പോൾ ചെറിയ തക്കാളിയാണ് 2 വലുതാണെങ്കിൽ ഒരു തക്കാളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പുളിപ്പ് അങ്ങോട്ട് കൂടിപ്പോകും. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് പഴുത്തതായതുകൊണ്ട് ഒരു പുളി ഉണ്ടാവും, ഒരു മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ്, ചെറുതായതുകൊണ്ടാണ് 2 ഇട്ടത്. വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതിയേ. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. സവാളയുടെയൊക്കെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ആ മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും. മുളക് പൊടിയുടെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണേൽ ചെയ്യാനായിട്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് തീ ഓഫാക്കി ഇടാം. അപ്പം നമ്മുടെ സവാളയുടെയൊക്കെ നിറമൊക്കെ നല്ലതുപോലെ മാറി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് കറക്കി എടുത്തിട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്താൽ മതിയേ. അതല്ലെങ്കിൽ നമുക്ക് കടല വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതൊരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടല വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ കടലക്ക് നല്ലതുപോലെ വെള്ളമുണ്ട്. ആ വെള്ളം ഒഴിച്ച് അരച്ചാൽ മതിയേ അരപ്പ്. അപ്പോൾ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. വെന്തങ്ങോട്ട് കലങ്ങി പോകുകയും വേണ്ട. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 സ്പൂൺ കടല മാറ്റി വെക്കണേ. ഒത്തിരി കടല അരക്കണ്ട, 1 സ്പൂൺ അരച്ചാൽ മതി. ഇനി ഞാനിത് വേറൊരു ചട്ടിയിലേക്ക് ഈ കടല വേവിച്ചത് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റിയെടുത്ത് അതിലേക്ക് തന്നെ ഒഴിച്ചാൽ മതിയേ. ഞാനിപ്പോൾ വേറൊരു ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം. കണ്ട നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളക്കുന്ന കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടല 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ അരപ്പിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ വറ്റിച്ചെടുക്കുകയും ചെയ്യണം. ഇപ്പം നല്ല ചാറൊക്കെ നല്ല ലൂസിലാണേ കിടക്കണേ. ഇനി നമുക്കത് അരച്ചെടുക്കാം. കടല ഒരല്പം വെള്ളം ചേർത്ത് അരക്കാം.
അപ്പോൾ അതേ കടലയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറ് ഒന്ന് കഴുകിയെടുക്കാം. അതിലൊക്കെ അരപ്പ് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ വെള്ളവും കൂടി ആകുമ്പോഴത്തേനും ഇത്തിരി വെള്ളം കൂടുവേ. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിതിൽ ഉപ്പ് കടല വേവിച്ചപ്പോഴാണ് ഇട്ടത്. അപ്പോൾ ഉപ്പ് പോരാതെ വരുവേ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണേ. കണ്ട നല്ല കുറുകുറാന്നുണ്ട്. അപ്പോൾ ഉപ്പ് പോരാതെ വരുവേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കൂട്ടാൻ നല്ലൊരു കടലക്കറിയാണ്. അപ്പോൾ വെള്ളം ഒന്നും കൂടെ വറ്റട്ടെ. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് ചാറൊക്കെ നല്ല കുറുകിയ ചാറായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കടല തന്നെയായിട്ടൊക്കെ എല്ലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് കടുക് പൊട്ടിക്കണേ. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഞാനിവിടെ 2 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. 2 മുറിച്ചാണ് ഇട്ടേക്കണേ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ആ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ മൂത്ത് വരുമ്പം നല്ലൊരു മണം കിട്ടുവേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അത് നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കടലക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.